ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ, മറന്നില്ലല്ലോ, VJR. ഓക്കെ, വൈശാഖ് JR എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ ആനുവൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെറ്റ് ആക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇന്നത്തെ ക്ലാസ് മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കുകളും കമൻറ്റ് ബോക്സിൽ സെറ്റ് ആക്കിക്കൊള്ളാം. നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്, ഇതാണ് ആ ചോദ്യങ്ങള്. ഞാൻ ആ ചോദ്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു തരാം. ദേ നോക്കിക്കോ, ചുവടെയുള്ള ഓരോ സമവാക്യവും ശരിയാകുന്ന എക്സ് കണ്ടുപിടിക്കുക, അഥവാ ഫൈൻഡ് ദോസ് എക്സ് സാറ്റിസ്ഫൈയിങ് ഈച്ച് ഓഫ് ദ ഇക്വേഷൻസ് ബിലോ. എന്റെ പൊന്നു മക്കളെ, എന്താ സംഭവം എന്നറിയോ? ഇവിടെ ഏതോ ഒരു നമ്പർ, എക്സിന് ഏതോ ഒരു നമ്പർ കൊടുക്കുമ്പോൾ ഈ സംഖ്യകൾ ഈക്വൽ ആയിട്ട് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ എക്സ് കണ്ടുപിടിക്കേണ്ട, ആ ഒരു എക്സിന്റെ നമ്പർ, ആ എക്സിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? സിമ്പിളാണോ ചെയ്യാൻ? നിങ്ങൾ ചെയ്യുമ്പോൾ ദാ ഇവിടെ കണ്ടോ -1 എന്ന് പറഞ്ഞ സാധനം, ആ -1നെ ചിഹ്നം മാറ്റുക. ഏത് -1? ഈ -1നെ ജസ്റ്റ് ചിഹ്നം മാറ്റിയാൽ മതി. ചിഹ്നം മാറ്റിയിട്ട് 1 ആക്കിയിട്ട് എഴുതുക. ശേഷം ദാ ഞാൻ എഴുതുന്നുണ്ട്, ഇതിൻ്റെ ഉത്തരം എഴുതുന്നുണ്ട്. 1 ആക്കി മാറ്റിയതിന് ശേഷം ഈ -3 കണ്ടോ നിങ്ങൾ? ആ -3നെയും ചിഹ്നം മാറ്റി, മൈനസ് ഉള്ളത് പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റുക. അപ്പം എന്ത് വരും? 3 വരും. ഈ 1ഉം 3ഉം തമ്മിലുള്ള മിഡ് പോയിന്റ് കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് രണ്ടും കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അതാണ് മിഡ് പോയിന്റ് അല്ലേ? 1ഉം 3ഉം കൂട്ടിയാൽ 4, 4ന്റെ പകുതി. ഇതേ നമ്മുടെ ഉത്തരം. പൊളി. ഏതാ ആൻസർ? 2. സെറ്റ് അല്ലേ മക്കളെ? റെഡിയാണ്. അങ്ങനെയാണെങ്കിലും ഞാൻ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? എന്താ ചെയ്യേണ്ടത്? അടുത്ത ചോദ്യത്തില് സിമ്പിൾ ആണ്. ദാ ഇവിടെ പോസിറ്റീവ് 2 ആണ്, ഇവിടെ നെഗറ്റീവ് 6 ആണ് അല്ലേ? +2 -6. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക? പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിലോട്ട് മാറ്റിക്കൊള്ളുക. അതാ ഞാൻ എഴുതുന്നുണ്ട്, ദാ ശ്രദ്ധിച്ച് കേട്ടോ. ഇതിന്റെ ഉത്തരം എങ്ങനെയാ ചെയ്യുന്നത് നോക്ക്. ആദ്യം നിങ്ങൾ ദാ ഞാൻ B എന്ന് എഴുതിയിട്ട് ആൻസർ എഴുതി തരാം. ദാ B ഏതാണ്? +2. ഏത് +2നെ മാറ്റി -2 ആക്കി മാറ്റി. അതുപോലെ തന്നെ ഈ -6നെ പോസിറ്റീവ് ആക്കി മാറ്റി. ദാറ്റ് ഈസ് +6. ഓക്കെ, ഇത് രണ്ടൊന്ന് കൂട്ടി വയ്ക്കാൻ മതിയോടോ. കൂട്ടി നോക്കിയതിന് ശേഷം പകുതി എടുക്കുക. പകുതി എടുക്കാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്താ ചെയ്യുക? സിമ്പിളാ. ഈ 6ന്ന് ഇങ്ങോട്ട് കുറച്ചാൽ മതി കേട്ടോ. എങ്ങനെ? ശരിക്കും ഇത് ചെയ്യൽ എങ്ങനെയാ? വലതുനിന്ന് ചെറുത് കുറച്ച് വലതിന്റെ ചിഹ്നമൊക്കെയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇവിടെ പ്ലസ് ഉള്ള നമ്പർ ആണെങ്കിൽ ആ 6ന്ന് ഇങ്ങോട്ട് കുറച്ചാൽ മതി അല്ലേ? അപ്പൊ 6ന്ന് 2 കുറച്ചാൽ എത്രയാണോ? 4. 4/2 നമ്മുടെ ഉത്തരം വീണ്ടും 2. പൊളി. ശരിക്കും എന്താ സംഭവം എന്നറിയോ? ഈ 2 ഇവിടെ ഇട്ടെടുത്ത് നോക്ക്. സംഭവം 2 + 2 4 കണ്ടോ? അതുപോലെ ഈ എക്സിന് സ്ഥാനത്ത് ഈ 2 ഇട്ട് കൊടുത്ത് നോക്ക്. 2ന്ന് 6 പോയാൽ -4 പക്ഷെ അത് മോഡുലസ് ആയി പോകുമ്പോൾ +4 ആവും. അപ്പൊ 4 ഇവിടെ 4 ഇവിടെ 4. അതാ സംഭവം. നിങ്ങൾ അങ്ങനെ കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എക്സിന്റെ വില കാണണമെങ്കിൽ ആ ഉള്ളിലുള്ള എക്സിന്റെ ഒപ്പമുള്ള നമ്പറിന്റെ ചിഹ്നം മാറ്റുക, /2 ഇടുക. നമ്മുടെ ഉത്തരം സെറ്റ്. യെസ്, ഇതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനോടെ ചെയ്തു നോക്കിയാലോ അല്ലെ? വേഗം ചെയ്തു നോക്കാതെ നോക്കിക്കോ. C പാർട്ട് ക്വസ്റ്റ്യൻ സിമ്പിളാ മക്കളെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യം ഇവിടത്തെ ചിഹ്നങ്ങൾ, ഇവിടുത്തെ ഉള്ളിലുള്ള നമ്പറിന്റെ ചിഹ്നങ്ങൾ ഏതൊക്കെ നോക്ക്. ഇവിടെ +5 ആണെങ്കിൽ ചിഹ്നം മാറ്റി -5 ആക്കിയിട്ട് എടുക്കുക. ശേഷം നിങ്ങൾ ഈ +1നെ ചിഹ്നം മാറ്റിയിട്ട് -1 എടുക്കുക. ശേഷം ഇത് രണ്ടും കൂട്ടിയിട്ട് പകുതി എടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എക്സിന് കൊടുക്കേണ്ട വില കിട്ടും. സിമ്പിൾ അല്ലേ? ചിഹ്നം മാറ്റുക, കൂട്ടുക, പകുതി എടുക്കുക. ഇതെങ്ങനെയാ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? പ്ലസും മൈനസും ഒരുമിച്ച് വരുമ്പോൾ എന്താവും? മൈനസ് ആയിട്ട് മാറും അല്ലേ? പ്ലസും മൈനസും ഒരുമിച്ച് വരുമ്പോൾ മൈനസ് ആവും. അപ്പൊ അത് -5 ചിഹ്നം മാറി -1/2. ഇതെങ്ങനെയാ ചെയ്യാ? നിങ്ങൾക്ക് അറിയാം. അത് എങ്ങനെയാ? 5ന്റെ പുറത്ത് മൈനസ്, 1ന്റെ പുറത്ത് മൈനസേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ആ 5ഉം 1ഉം കൂട്ടുക. ഏതൊക്കെ? ഈ 5ഉം ഈ 1ഉം കൂട്ടുമ്പോ 6 വരിക. 6ന്റെ പുറകെയും എന്തിട്ട് കൊടുത്താൽ മതി? മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് -6 കിട്ടും. എങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ? 5 1 കൂട്ടി,
6 കിട്ടി. ഇവിടെ മൈനസേ ഉള്ളു, മൈനസ് വരണം. അങ്ങനെയാണെങ്കിൽ മൈനസ് ഇട്ട് കൊടുത്തു. ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ. 6 ഹരിക്കണം 2, 6/2 എത്രയാ 3. പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഇട്ടു. ദേ നമ്മുടെ ഉത്തരം -3. പൊളി. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു മക്കൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ്സിൻ്റെ വീഡിയോൻ്റെ കമൻ്റ് ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് വിടുക. ഇതാണ് ആ ക്വസ്റ്റ്യൻ. കമൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സിൻ്റെ എല്ലാ ഫീഡ്ബാക്കുകളും നിങ്ങൾ എന്ത് ചെയ്തോളാം, കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ എന്നെ മറക്കരുത്. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാലോ, ഇറ്റ്സ് മീ VJR. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഗുഡ് ബൈ.